തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 5 നാടൻ ബോംബുകൾ കണ്ടെത്തി. കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിലാണ് നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും മാർക്കറ്റിൽ പരിശോധന നടത്തി. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, വിവരങ്ങൾ. സേതു, കണ്ണൂരിന് പിന്നാലെ തലസ്ഥാനത്തും ബോംബ് ഭീതി തുടരുകയാണ്. കണ്ണൂരിൽ സ്റ്റീൽ ബോംബാണെങ്കിൽ തലസ്ഥാനത്ത് കഴക്കൂട്ടത്ത് മാർക്കറ്റിൽ രാവിലെ 10 മണിയോടുകൂടി 5 നാടൻ ബോംബുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുറന്ന നിലയിലായിരുന്നു ബോംബുകൾ. ഈ മാർക്കറ്റിൽ ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കുന്ന അതിന്റെ അരികിലായിട്ടാണ് ഈ ബോംബ് ഉണ്ടായിരുന്നത്. നിലവിൽ ഈ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസ്, ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് ഒക്കെ സ്ഥലത്തെത്തി പരിശോധനകൾ ഉൾപ്പെടെ നടത്തി ബോംബ് നിലവിൽ നിർവീര്യമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള ക്യാമറകളൊക്കെ നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പരിസരത്ത് ഇത്തരത്തിൽ ബോംബ് കൊണ്ടുവച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് പരിസരങ്ങളിൽ ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡിന്റെ 2 ടീമുകളായി തിരഞ്ഞുകൊണ്ട് വിവിധയിടങ്ങളിലായി പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആകുലതകൾ നിലവിൽ ആവശ്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. പരിശോധന പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ആരാണ് കൊണ്ടുവച്ചത് എന്നത് സംബന്ധിച്ച് CCTV-കൾ വിവിധ കടകളിലെ, മാർക്കറ്റിലെ ഉൾപ്പെടെ CCTV-കൾ നിലവിൽ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സേതു, അഞ്ജു, ഇത് ആദ്യം കണ്ടത് ആരാണ്? ഒപ്പം തന്നെ ആരെങ്കിലും സംശയമുണ്ടോ? ഇതുമായി സമാനമായ രീതിയിൽ ഇതിനു മുൻപ് നമ്മൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. സേതു, കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം 2022-ൽ വലിയ തരത്തിൽ ഏകദേശം ഒരു 12 ബോംബുകളോടും കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഇത്തരത്തിലൊരു നാടൻ ബോംബുകളുടെ ഒരു ശേഖരണം കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ ദിവസം, അതായത് ഇത്രയും നാളുകൾക്കിടയിലായിട്ട് ഇന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ 5 ബോംബുകൾ കണ്ടെത്തുന്നത്. ഇത് കണ്ടയുടൻ തന്നെ അവിടെ മാർക്കറ്റിലുള്ള തൊഴിലാളികളാണ് പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണ് കഴക്കൂട്ടം പോലീസ്, ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡുമായിട്ട് സ്ഥലത്തെത്തുന്നത്, ബോംബ് നിർവീര്യമാക്കുന്നത്. ഇത് ആരാണ് കൊണ്ടുവച്ചത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ മാർക്കറ്റിലും പരിസരത്തും ഒക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചെങ്കിലും നിലവിൽ ആരാണ് എന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് CCTV-കൾ പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറായത്. നിലവിൽ ആ CCTV പരിശോധന പുരോഗമിക്കുകയാണ്. ഈ രാത്രിയാണോ രാവിലെയാണോ ആരാണ് അവിടെ ബോംബ് കൊണ്ടുവച്ചത് എന്നത് സംബന്ധിച്ചുള്ള നിലവിൽ പരിശോധന തുടരുകയാണ്. എന്നാൽ നിലവിൽ ആരും സംശയത്തിന്റെ നിഴലിൽ ഇല്ല എന്നാണ് കഴക്കൂട്ടം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി അഞ്ജു, തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് 5 നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിലാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ മാർക്കറ്റിൽ പരിശോധന നടത്തി. നിലവിൽ ആരും സംശയ പരിധിയിലില്ല. അന്വേഷണം തുടരുകയാണ്.